മോർണിംഗ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്വിറ്റ്സർലാൻഡിലാണ് എണീച്ചിരിക്കുന്നത്. ഇന്ന് ജൂൺ 13. അപ്പോൾ ഇന്ന് നമ്മൾ 4 days സ്വിറ്റ്സർലാൻഡിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഇപ്പോൾ സമയം 6:30 ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം 6:30 ഫുഡ് തുടങ്ങുമെന്ന് പറഞ്ഞു. കാരണം 9 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മളാണ് എന്തായാലും ഫസ്റ്റ്. സ്വിറ്റ്സർലാൻഡ് തൊപ്പിട്ടെടുക്കുക. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ മെർക്യൂർ ഹോട്ടലിൽ സ്വിറ്റ്സർലാൻഡിൽ. ഇത് കൊള്ളാട്ടോ. ഇവിടുത്തെ സ്റ്റേ അടിപൊളിയാണ്. ഇവിടുത്തെ റൂമും വ്യൂവും ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് കാണാൻ? തൊടല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളതാ. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഗ്ലേഷ്യർ 3000 പോവാണ്. അതായത് സ്വിറ്റ്സർലാൻഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഗ്ലേഷ്യേഴ്സ്. നല്ല സ്നോ ഒക്കെ ഉള്ള സ്നോ ഉണ്ട്. അവിടെ ക്ലിഫ് വാക്ക് ഉണ്ട് ടിസോട്ടിന്റെ. എനിക്ക് തോന്നുന്നു ടിസോട്ട് വാച്ച് കമ്പനിയാണ് അത് സ്പോൺസർ ചെയ്തേക്കണേ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം ഒരു ഭയങ്കര ടൂറിസ്റ്റിക് പ്ലേസ് അല്ല, പക്ഷേ ജി സ്റ്റാർഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ DDLJ ഷൂട്ട് ചെയ്ത് പണ്ട്. അത് എത്ര കാലം മുന്നേ? 30 years 40 years സമയത്തൊക്കെ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഷാറൂഖ് ഖാൻ കാജോളിന്റെ പേരില് സ്വിറ്റ്സർലാൻഡിലൊരു ബ്രിഡ്ജ് ഉണ്ട്. കാജോളിന്റെ പേരിലോ? കാജോളാൻ ഷാറൂഖ് ഖാന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഭയങ്കര ഐക്കോണിക് ആണ്. DDLJ ഫാൻ ആണെങ്കിൽ ഞാൻ ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബക്കറ്റ് ലിസ്റ്റ് ആയിരിക്കും. പിന്നെ ജി സ്റ്റാർ നമ്മൾ കറങ്ങി നേരെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൂറിക്കിലോട്ട് പോകും. സൂറിക്ക് ഓൾസോ നമ്മൾ ഇങ്ങനത്തെ ഇതേ സെയിം ഹോട്ടലിൽ തന്നെയാണ്. ഈ ഹോട്ടൽ അടിപൊളി ഹോട്ടലാണ്. നല്ല സ്റ്റേ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഹോട്ടൽ സ്റ്റേ എനിക്ക് ഇവിടെ തോന്നിയത് മെർക്യൂറി ഹോട്ടൽ. നല്ല സൂപ്പറാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ ഇവിടെ ഒന്നാമത് സ്വിറ്റ്സർലാൻഡ് ഭയങ്കര സംഭവമാണ് എന്തായാലും. പിന്നെ അവിടുത്തെ തന്നെ എന്തായാലും യൂറോപ്പ് എന്തായാലും ഫുൾ അടിപൊളിയാണ്. പിന്നെ നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈൽ സ്ട്രിപ്പ് ആണ്. പൈസ എടുത്ത് വന്നതാ. ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അല്ലാതെ കൊളാബോ അങ്ങനത്തെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നല്ല. ഫുൾ പൈസ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല കോർഡിനേഷൻ ആണ്. നല്ല കോർഡിനേറ്റർ ആണ്. ജുനൈസ് ആണെങ്കിലും രജി ചേട്ടനാണെങ്കിലും അടിപൊളിയാണോ. എല്ലാവരും നല്ല കറക്റ്റ്. സ്നോയിലൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് തകർക്കണം. അതെ. ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്നോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ലൈഫിൽ ഫസ്റ്റ് സ്നോ തന്നെ സ്വിറ്റ്സർലാൻഡ്. സീരിയസ്ലി. അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് ടൈം നമ്മൾ ശരിക്കും 8:45 പറഞ്ഞത്. പക്ഷെ ഇത് ക്ലൈമറ്റ് അല്ല, ഇപ്പൊ ഫ്രാൻസ് ആണെങ്കിലും ആംസ്റ്റർഡാം ആണെങ്കിലും ഇപ്പൊ ബെൽജിയം ആണെങ്കിലും ഒക്കെ രാവിലെ നമുക്ക് കുറച്ച് ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ചൂടുണ്ടോന്ന് വെച്ചാൽ ചൂടില്ല, തണുപ്പുണ്ടോന്ന് വെച്ചാൽ തണുപ്പ് ഇല്ല. തണുപ്പുണ്ടോ തണുപ്പില്ല, തണുപ്പുണ്ടോ വെച്ചുണ്ട്. അങ്ങനെ ഒരു സംഭവം. ഇതൊരു അടിപൊളി ക്ലൈമറ്റ്. ഈ സമയം ജൂൺ മന്ത് പറയുന്നത് നല്ല. ഇത് ഹോട്ടലാണെങ്കിൽ അങ്ങനെയല്ല കണ്ട. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഹോട്ടൽ മെർക്യൂർ. ഇത് ഇവിടുത്തെ 4 star ആണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡ് യൂറോപ്പ് കൺട്രീസിലെ 4 star ആണ്. രാവിലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ, മെർക്യൂർ ഹോട്ടൽ. ദൂരെ ആ കാണുന്നതാണ് മഞ്ഞ്. സ്വിറ്റ്സർലാൻഡിൽ എന്തായാലും നമ്മൾ വരണം ഒരു ദിവസം. ഇനി വേറൊരു ദിവസം വരാൻ പറ്റുമോ നോക്കണം. സ്റ്റേ ചെയ്ത് മാത്രം. നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. മറ്റേ ഇപ്പോൾ പറഞ്ഞ പോലെ ഹോട്ടലിൽ 8:45 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടൈം 8:45 കഴിഞ്ഞു. 9 മണിക്ക് ബസ് വരും. എന്നിട്ട് നമ്മൾ നേരെ ഗ്ലേഷ്യേഴ്സിലാണ് പോകേണ്ടത്. നല്ല കൂൾ ഡേ പ്ലേസ്. സ്നോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സായി ഇതുവരെ വെച്ചാൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്തായാലും പൊളിയാണ്. യൂറോപ്പ് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പച്ചരിച്ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചക്ക് ഉണ്ണാനായി പുഞ്ചിരി തൂകുമാ സുന്ദരി തേരിടും ഊരി പൂമകൾ ഫാത്തിമ. പാരിലെ പേര് പെണ്ണ് സൈനബാ ബീവി.
വന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡ് ആൽപ്സ്, റിവർ, കൺട്രി സൈഡ് എല്ലാം ഉണ്ട്. ഭയങ്കര സൂപ്പർ അടിപൊളി പ്ലേസ്. ഒന്ന് കാണിച്ചു കൊടുക്കൂ വീണ്ടും. ഇതാണ് ശരിക്കുള്ള യൂറോപ്പ്. നിങ്ങൾ ഇതുവരെ കണ്ടതല്ല യൂറോപ്പ്. ഇതാണ് യൂറോപ്പ്, ഇതാണ് യൂറോപ്പ്, ഇതാണ് സ്വർഗം. അതിന് മാത്രം ആയിട്ടുണ്ടല്ലോ. കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ആരെങ്കിലും കല്യാണം കഴിച്ചാലും മതി. ഇതാണ് സ്വിറ്റ്സർലാൻഡ്, ഇതാണ് സ്വിറ്റ്സർലാൻഡ്, ഇതാണ് സ്വിറ്റ്സർലാൻഡ്, ഇതാണ് യൂറോപ്പ്. ഇതാണ് സ്വിറ്റ്സർലാൻഡ്. പക്ഷെ നമ്മുടെ അതായത് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തെന്ന കംപ്ലീറ്റ് സാധനങ്ങൾ മാറിയാട്ടോ മൊത്തത്തിൽ അല്ലേ? ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ ഇന്ത്യയിലെ ട്രെയിൻസിന്റെ എഞ്ചിൻ സ്വിറ്റ്സർലാൻഡ് അല്ലേ ഫസ്റ്റ്? കേബിൾ കാറിന്റെ റോപ്പാ. നമ്മളതിലെ പോവാ. എങ്ങോട്ട്? നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ഗ്ലേഷ്യർ 3000ലേക്ക് പോവാണ്. ആ വഴിയാണിത്. ഇവിടെ എത്ര തോന്നുന്നുണ്ട്? ഫോർത്ത്. സ്റ്റിൽ സെറ്റാക്കാൻ സെറ്റാക്കണം അവിടെ. അടിപൊളി. കുറച്ച് വെയിലാണെന്ന് പറയാം. ഈ അതൊക്കെ വണ്ടി നമ്മളവിടെയൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നില്ലേ ഇപ്പൊ ക്ലീനിങ് ഒക്കെ. നമ്മുടെ സ്വന്തം എന്തേലും ഒരു പാട്ട് JVP. അത് സ്വിറ്റ്സർലാൻഡിൽ ഒരു പാട്ടിട്ട്. ഇവിടെ സിനിമ ഒക്കെ ഉണ്ടോ സ്വിറ്റ്സർലാൻഡില്? അതല്ല ഇവിടെ തിയേറ്റേഴ്സ് ഒക്കെ അങ്ങനെ ഉണ്ടോന്ന്. ഒരു ദിവസം സിനിമ നമ്മള് ഗ്ലേഷ്യർ 3000 ഇറക്കില്ല. നമ്മളിപ്പോ ഗ്ലേഷ്യർ 3000 ഗ്ലേഷ്യർ 3000. അപ്പൊ നമ്മള് ഏറ്റവും മുകളിൽ കേബിൾ കാർ ഉണ്ട്. ഭയങ്കര മഞ്ഞ 23 ഡിഗ്രി ഉണ്ട്. പച്ചക്കോട്ട് 2 മിനിട്ടോ
എന്തൊക്കെയായിരുന്നു അതേപോലെ ഇറങ്ങിയിട്ട് ഇവിടെ അവിടെ 23 -3 ഡിഗ്രി 10 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നുമില്ല. 23 ഡിഗ്രി എന്ന് പറയുന്നത്. അധികം തണുപ്പില്ലാന്ന് വിചാരിക്കുന്നത്. പിന്നെ വെയിലായതുകൊണ്ട് വെയിലിന്റെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. അതും അങ്ങ് സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട്. എക്സ്പീരിയൻസ് എവിടുന്ന്? മുത്തശ്ശന്റെ മിൽമക്കടയിൽ വണ്ടേ ഫ്രീസറിനകത്ത് മഞ്ഞ് ചേട്ടാ ഒന്ന് ഫ്രണ്ടിലോട്ട് വരുമോ? ഇവിടെ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള പുറപ്പാടിലാണ്. ഒന്നോട്ടിരിക്കോ? ക്യാപ്റ്റൻ ഓഫ് അവർ ഹൗസ് ബസ് ഇത് സെക്കൻഡ് ക്യാപ്റ്റൻ ഇവിടെ ഇരിക്കോ? ഇങ്ങോട്ടിരിക്കോ? ഫ്രണ്ടിലോട്ട് ഇരിക്കോ? ജുനേസ് JVP. മാക്സിമം ഫ്രണ്ടിലോട്ട് ഇരിക്കോ? എവിടെ? അല്ലെങ്കിൽ നമുക്ക് കേറിയിട്ട് ഏതായാലും മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലേഷ്യർ 3000ലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഇതാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ്. अपनी बात करो, आप ही नहीं कर रहा। ഫുള്ളിങ്ങനെ ഓരോ ബസ്സിൽ ഇങ്ങനെ ആൾക്കാർ വന്നിട്ടോ. ഒക്കെ ഇന്ത്യക്കാരാണ്. തീർത്ഥാടനത്തിന് ഒന്നാമതിൽ ആൾക്കാരെ കൊണ്ട് നടക്കില്ല. ചൂടുമില്ല, തണുപ്പില്ലേ? തണുപ്പ് കുറവാ. ഭയങ്കര ജീപ്പ് ഇത് മതി. ഇത് നല്ല കാലാവസ്ഥ കേട്ടോ. ഭയങ്കര ഓവർ തണുപ്പില്ല, ഭയങ്കര കാറ്റടിക്കലൊന്നുമില്ല. അതാണ് സനൻ. സനനോ? സനൻ സ്റ്റേഷനിലോട്ട് പോകുന്ന ബസ്സാണത്. സനൻ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് DDLJ ഷാറുഖ് ഖാൻ കജോളിനെ മിസ്സാണ്. ആ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. അപ്പൊ DDLJ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ഇത് സ്ഥലത്തിന്റെ പോകുന്നത്. ഇത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്, ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന. എന്താണ് എനിക്ക് ഹൈറ്റ് പേടിയാണ്. ഇങ്ങനെ എടുക്കുമ്പോ എന്തൊക്കെ രസം കാണാൻ. ബാക്ക്ഗ്രൗണ്ടും അത് വെച്ച് കാണാൻ ബാക്ക്ഗ്രൗണ്ട് രസമായിരിക്കും. ഇന്ന് നെഞ്ചിനകത്തുള്ള ഇടിപ്പ് എനിക്ക് അറിയില്ല. പണ്ടാരത്തിനകത്ത് അത് പോണത് നാശം. ഇങ്ങനെയാണ് നമ്മൾ പോണത് കേബിൾ കാറില് ഗ്ലേഷ്യർ 3000ലേക്ക്. അപ്പൊ നമ്മളിപ്പോ കേബിൾ കാറിൽ കയറാൻ പോണ്. ദിസ് ഈസ് ദ കേബിൾ കാർ. അയ്യോ അവര് കേറുമല്ലോ ഹിന്ദിക്കാര്. എന്താ പേടിച്ചിട്ട് ആദ്യം ഒന്ന് സ്ഥലം പിടിച്ച ഭയങ്കര പേടി. നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലൂടെ പോവാണ്. ഇതിന്റെ മുകളിലൂടെ. പേടിക്കേണ്ട മോനുസേ തോന്ന് പറയും. അനക്ക് കുഴപ്പമില്ല. ഹൈറ്റൊന്നും പേടിക്കാനില്ല, ഒന്നുമില്ല. എനിക്ക് തായ്ക്ക് നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കേബിൾ കാറിലല്ല അവിടുന്ന് തീരില്ല, അവിടുന്ന് അങ്ങോട്ട് തൂങ്ങിപ്പോണതാ. Are you excited? നല്ല ഫ്രെയിം. എക്സൈറ്റഡ്? നല്ല ചൂടുണ്ട് ഇവിടെ, നല്ല വെയിൽ. ജുനൈസ് പറഞ്ഞ ഒരു കാര്യം മാത്രം ശരിയായി, സമ്മറായി. ഇവിടെ സമ്മറാണ്. ഐസ് മലേന്റെ മുകളിൽ സമ്മറാണ്. അതാ പോണു. നോക്കുന്നില്ലേ? കാണാനൊക്കെ വെറുത്തുപോയി. അയ്യോ നടുവിനടുവിൽ പോയി പേടി മാറാനോ. പണ്ടാണെങ്കിൽ തന്നെ ഫ്രണ്ട് തന്നെ കയറി. സ്റ്റാർട്ട് റെക്കോർഡിംഗ്. താഴോട്ടോ ഇതുപോലെ പേടി മാറുന്നത്. Mesdames, Messieurs, nous vous souhaitons une cordiale bienvenue à Glacier 3000 et sommes ravis de vous accueillir à bord de ce Dans quelques minutes, nous atteindrons la station intermédiaire de Cabane à 2525 mètres d'altitude.
Un changement sera alors nécessaire pour atteindre le sommet du domaine et le pic Walk bâti. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. Nous vous souhaitons une agréable visite. Sehr geehrte Damen und Herren, herzlich willkommen bei Glacier 3000. Wir freuen uns, Sie an Bord dieser അപ്പോൾ നമ്മളിപ്പോൾ കേബിൾ കാറിൽ പോകണം. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. wenigen Minuten erreichen Sie ലൈസ് ലൈസ് ഇനി നമ്മൾ അടുത്ത കേബിൾ കാറിൽ കയറാൻ പോവാണ്. ആ ഈ നെക്സ്റ്റ് കേബിൾ കാറിൽ ഇതേ ടീം പോവാണ്. ഇതൊക്കെ ഐറ്റം ഇതൊരു പ്രശ്നമല്ല. പോവല്ല ബ്രോ. ഒരു മിനിറ്റ്. അപ്പൊ നമ്മളിതാ അടുത്ത ഇത് നോക്കൂ. അപ്പൊ നമ്മൾ സെക്കൻഡ് കേബിൾ കാർ. അപ്പുറത്ത് മഞ്ഞ. അപ്പൊ നമ്മള് മഞ്ഞിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കേബിൾ കാർ ഇറങ്ങിയപ്പോൾ ഉള്ളതാണ് ഇത്. ഫുള്ള് മഞ്ഞ്. താഴോട്ടൊക്കെ പോയി. ഇതിന്റെ ഇടയിലൊക്കെ പ്ലാറ്റ്ഫോം ഇതിനൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. ഇത് തണുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ ഡെസ്റ്റിനേഷൻ പോവാണ്. ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഇതാ അവിടെ കയ്യിലുണ്ട സാധനമൊക്കെ. അപ്പോൾ നമ്മൾ 8200 ഫീറ്റിൻ്റെ എനിക്കറിയില്ല. ഓ അങ്ങനെ. അപ്പം നമ്മളിവിടെ ഗ്ലേഷ്യർ വാക്കാണോ? ഇതാ ഇതൊക്കെ ഉണ്ടോ? ഒന്നുതാ മഞ്ഞ് മഞ്ഞ് മഞ്ഞ്. എന്താ ഭാഷ മാറി ഒത്തിരി. പക്ഷെ നല്ല തണുപ്പല്ലേ? നല്ല സുഖമുള്ള തണുപ്പ്. വലിയ തണുപ്പില്ല. ഓവർ തണുപ്പില്ലല്ലോ. എന്റെ മോളെ മെറ്റാളാസ് കേട്ടോ പൊളി. ഇതൊക്കെ ഫോട്ടോ വെറുതെ ഫോണെടുത്തപ്പോ പരിപാടി ഞാൻ നിർത്തി. ഫോട്ടോ എടുക്കുമ്പോഴേക്കും മെറ്റാളാസ് അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള റെസ്റ്റ് ആയി. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ മെനു ആണ് കേട്ടോ. ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യം ഒന്നും മനസ്സിലാവില്ല. അല്ല ഒന്നും മനസ്സിലാവില്ല. ലോക്കൽ ഫുഡ് ഇഞ്ഞപ്പോഴാ ബോഞ്ചോ എടുത്തു. അയ്യോ ഹൈറ്റ്. അപ്പോൾ നമ്മൾ
ഇന്ന് പിടിക്കുമോ? എനിക്ക് കയറ്റം കയറാൻ വയ്യ. ഓക്കെ യെസ് ഗോ 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 ഗോ. ഏയ് ജുനുക്ക ഒന്ന് തിരി. ഇവൻ അവിടെ നിന്ന് കാണിക്കാതെ നീച്ച് പോടാ, പേടിയായിട്ട് വയ്യടാ. ഹേ മെറ്റാ സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഹേ മെറ്റാ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. അയ്യാ സ്നേഹേ കയ്യൊന്നും വിട്ട് നടക്കല്ലേ. എന്താണ് മോനുസേ പേടിയാവുണ്ട് കുട്ടൂസന്? പിന്നെ മനുഷ്യ ഒരുമാതിരി നൂൽപാലത്തിന്റെ മുകളിലായി നടന്നു പോണതറിയോ. ഞാനിപ്പോ മറ്റേ ഭരതനാട്യ മോഹിനിയാട്ടം കളിക്കുന്നത് പോലെയാണ്. സ്വർഗത്തിലോ. യെസ് യെസ് യെസ്. ഓടി കയറിയാലോ മോളിക്ക് പെട്ടെന്ന് കല്ലിന്. ഇല്ല ഫോട്ടോ എടുക്കാം. നീ അവിടെ പോയി നമുക്ക് മറ്റേ ഫോട്ടോ എടുത്തരാ. ടിസോട്ടുകാരാണത് സ്പോൺസർ ചെയ്താൽ മറ്റേ കേബിൾ കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടിസോട്ടിൻ്റെ ഒരു വാച്ചിൻ്റെ ഒരു മോഡൽ ഉണ്ട് ഇവിടെ. ഓൾട്ടിറ്റ്യൂഡ് എത്ര ആൾട്ടി 2971 മീറ്ററിൽ. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും മുകളിലോട്ട് തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പീക്ക് വാക്ക്. പീക്ക് വാക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇന്ററാക്ട്. എല്ലാത്തോടെ എനിക്ക് ഓരോ ഫോട്ടോ എടുക്കണം. ഞാൻ ഒരു സാധനം എടുത്തിന് അതുപോലെ എന്റെ എടുക്കണം. നിന്റെ കാലവിടെ മുട്ടി കൊണ്ടാറ വേദന എടുക്കണം. നമ്മളിപ്പോൾ ഉള്ളത് 8000 ഫീറ്റ് മുകളിലാണ്. 8000 ആണ് നേരത്തെ പറഞ്ഞത്. മതിയില്ലേ? വൺസ് ഇൻ എ ലൈഫ് ടൈം ഷുഡ് വിസിറ്റ് സ്വിറ്റ്സർലാൻഡ്. അത്രേ പറയാനുള്ളൂ. And Glacier 3000. That's it guys. Signing off. Sneha with Sai Krishnan. അപ്പോൾ നമ്മൾ മൈൽ സ്ട്രിപ്പ് പാക്കേജിൽ നമുക്ക് മൈൽ സ്ട്രിപ്പിന്റെ ടീമായ ജുനൈസ് നമുക്ക് സെറ്റാക്കി തരും. യെസ് 10 ഡേയ്സോ 5 ഡേയ്സോ എന്ത് വേണമെങ്കിലും ചെയ്തു തരും. കസ്റ്റമൈസ്ഡ് ഒക്കെ ആക്കി തരും. നെക്സ്റ്റ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ശരിക്കും. പക്ഷേ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വില്ലേജ് പോലെ തോന്നും ജി സ്റ്റാർ. പക്ഷെ അത് വില്ലേജ് അല്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ പണ്ട് നോട്ട്ബുക്കിന്റെ പിക്ചേഴ്സിൽ കാണുന്ന പോലത്തെ നാളെ ഇന്ന് ഓക്കെ പൈസ ഉണ്ടാക്കുക പോരുക ട്രാവൽ ചെയ്യുക. സൂപ്പർ. സ്വിറ്റ്സർലാൻഡ് ഫസ്റ്റ്, സെക്കൻഡ് ആക്ടിവിറ്റീസ് ഫസ്റ്റ്. ഒന്നും പറയണ്ട. നമ്മളിതാ എങ്ങനെ എത്തി? ഗ്ലേഷ്യർ 3000 അടിയിലാണ്. മഞ്ഞിൽ കളിക്കുന്ന സ്നേഹ. വീണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീണത് കണ്ടിട്ടില്ലെങ്കിലും മഞ്ഞ് ഇങ്ങനെ ഉള്ളത് കാണാം. ആളെ പറ്റിക്കരുത് സ്നേഹ. ഇത് വീണ മഞ്ഞ് എവിടെ എത്ര കൊല്ലായിട്ട് കിടക്കണ മഞ്ഞെടുത്തിട്ടാ വീണ മഞ്ഞ് എന്നൊക്കെ പറയുന്നത്. മഞ്ഞ് 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 മഞ്ഞ്. ഓക്കെ അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈം ഐസ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഐസ് ഇതാണ് ഐസ്. ഓക്കെ തുടങ്ങിയതാ കട്ടക്കതി. എറിഞ്ഞു പൊളിക്കോളെ. എറിഞ്ഞു പൊളിക്ക് എറിഞ്ഞു പൊളിക്ക്.
എറിഞ്ഞുപോയി ക്യാനയ്യോ എറിയടാ എല്ലാരും എറിയടാ ഓടാ. അയ്യോ മിസ്സായി പോയി. You want an extra one? No, put it on top of this. We got the big one. അതെന്താ അനന്തശയനോ? ഇനി മേലെ വല്ലതും പറയോ? ഇനി സ്വിറ്റ്സർലാൻഡ് പറയോ? പറയോ? ഇതോടെ നിർത്തിക്കൊള്ളാം പറ്റുമോ? ഇനി പറയോ? തിരിഞ്ഞേക്ക് തിരിഞ്ഞേക്ക് തിരിഞ്ഞേക്ക്. How was the experience? Really nice. Once in a lifetime എന്ന് ഞാൻ പറയില്ല. പിന്നെ കാശ് തീരുന്ന അത്ര അതെ. അവിടെ വരി. അപ്പൊ ഇവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് വണ്ടി നമ്മളെ JVP വന്നിട്ടുണ്ട്. JVP സാധനം കയ്യിൽ ഉണ്ടേക്കണേ. ഇതിന്റെ കാര്യം നീ പറഞ്ഞോ, വിളിച്ചോ? ഹായ് ഹായ്, where are you from? We are from കേരള. സ്നേഹ നായർ. ഫോട്ടോസ് turn back. Videos look here. Videos same time you can take from there to here also. Open right button open അപ്പോൾ നമ്മളുടെ റൈഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ താഴേക്ക് പോവാണ്. മഞ്ഞ് വല്ലതും കണ്ടോ? വീഡിയോകൾ കാണിക്കും അങ്ങോട്ട് ഇങ്ങോട്ട്. ജുനുക്ക കാണ്. അതല്ലേ? അതന്നെ റെഡിന്റെ അപ്പുറത്ത്. അപ്പോൾ നമ്മളിവിടുത്തെ ഗ്ലേഷ്യർ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ ഓക്കെടുക്ക. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാറ്റ പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജി സ്റ്റാർ പറഞ്ഞ പ്ലേസിലാണ് നിൽക്കുന്നത്. നമ്മൾ DDLJ ഷൂട്ട് ചെയ്ത ബ്രിഡ്ജ് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ DDLJ സിനിമയിൽ ഷാറുഖ് ഖാനും കാജോളും
അവിടെ എന്തോ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം അല്ലേ? അങ്ങനെയുള്ള ഒരു പാലുണ്ട്, അവിടെ ബ്രിഡ്ജുണ്ട്. അത് അങ്ങനെയാണിത് ഫേമസ് ആയത് ഈ പ്ലേസ്. നമുക്കിനി ഇവിടെ കാണാം. ഇവിടെ ഭയങ്കര അടിപൊളി. ഇതാണ് ആ പാലം. DDLJ ഷൂട്ട് ചെയ്ത പാലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. കാണുന്നത് നല്ല ഇന്ത്യക്കാർ ഫുള്ള് വരുന്ന സ്ഥലമാണത് കൂടുതലും. ഇവിടെ ഉള്ളവർക്ക് പറയുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് DDLJ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ ബ്രിഡ്ജിലേക്കാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോയത്. ഇവിടേക്ക് പിന്നെ ട്രെയിൻ നിങ്ങൾക്ക് അറിയാം, ഇവിടേക്ക് ഇങ്ങനത്തെ പ്ലേസിലൊക്കെയാണ് ട്രെയിൻ പോണത്. പറയൂ. DDLJ ബ്രിഡ്ജ്. ഓ, ഇതാണത്. ചാനൽ ബ്രിഡ്ജ്. ഓ, ഇതാണ് മറ്റേ സിനിമയിലെ ആ ഇറങ്ങണ പ്ലെയിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ GSTAAD പറഞ്ഞ സ്ഥലമാണ് GSTAD. അപ്പോൾ ഹിൻഡർ ഗാസ്ലി മറേറ്റ് ഗാസ്ലി. ഇവിടെ ഹസ്ലി. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് വീടുകൾ വുഡനാണ്. ഈ വുഡൻ ഹൗസിൻ്റെ മുന്നിലൊക്കെ കുറേ പൂവുകൾ കാണാം, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു ചർച്ച് കാണാം. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ, അടിപൊളി. പിന്നെ ഈ ചർച്ചാണ് മറ്റേ സിനിമയിലുണ്ടെന്ന് പറഞ്ഞത്. നല്ല സൂപ്പർ. നമ്മൾ ഇന്നലെ ജനീവയിൽ വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന നല്ല വെള്ളം കിട്ടുന്നത് കണ്ടു. ഇതിപ്പോൾ ആൽപ്സ്, പക്ഷെ ഇതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ലോജിക്ക് എനിക്കറിയില്ല. What is this? വാട്ടർ. Water. Look at my It's for me. Go down to the queen. നല്ല ഒരു ചുഴയോ അങ്ങനത്തെ ഒരു സാധനമില്ല. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് ഒരു ഇതുമില്ല. നല്ല സൂപ്പർ സാധനം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിട്ടുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വെള്ളം കിട്ടും. ആൽപ്സ് എന്ന് വരുന്ന വെള്ളമാണ്. ഫുൾ ടൈം 24/7. നല്ല തണുത്ത വെള്ളമാണ്, നല്ല കുളിരുള്ള വെള്ളം. അത് നമുക്ക് എവിടെയാണെങ്കിലും കിട്ടും. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ ഇതേപോലെയാണ് സ്ട്രീറ്റുകളൊക്കെ അല്ലേ? സ്വിറ്റ്സർലാൻഡിലെ സ്ട്രീറ്റൊക്കെ ഇങ്ങനെയാണ്. നല്ല നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് വന്നിട്ട് നിറയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ എടുത്ത സ്ഥലം ബാങ്കായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, കാരണം ബാങ്കും വീടും ഏതാണെന്ന് മനസ്സിലാവില്ല. എല്ലാം ഒരേപോലെ ഉണ്ടായിരുന്നു. ഫുള്ള് വുഡനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് ഇങ്ങനെ, മുറ്റത്തല്ല ഈ മുറ്റത്തായിട്ടും ജനലിൻ്റെ അവിടെയായിട്ടും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. നല്ല റെഡ് ഫുൾ കളർഫുൾ ഫ്ലവേഴ്സാണ്, നല്ല രസമാണ്. അപ്പോൾ റോഡാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് ടൈഡിയാണ്. നല്ല അടിപൊളി വണ്ടികളുണ്ട്. നല്ല റോഡ്, നല്ല സൂപ്പർ സ്ഥലം. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ DDLJൻ്റെ സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ചർച്ചുണ്ട്. ആ ചർച്ചിലേക്ക് നമുക്ക് വന്നു. ഈ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഇതാ ഒരു ഷോപ്പിൽ വന്നു. പാസ്വേഡില്ലല്ലോ, എന്ത് ടാപ്പിംഗ് മാത്രമല്ല. ഇതല്ലേ ഇത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിത് ഈ ഷോപ്പിൽ വന്നാണ് നമ്മളിപ്പോൾ വാങ്ങിയത്. ഈ അമരറ്റി സ്കോക്കൊലേഡ്, പിന്നെ ഈ കുക്കീസ്, ഇതാണ് നമ്മൾ വാങ്ങിയത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അതിൻ്റെ മുന്നേ അങ്ങോട്ട് എടുത്ത് വാങ്ങലും തിന്നലൊക്കെ ഒപ്പം. ഒരു കടയിൽ ഒരു സാധനം വരുന്നേക്ക് അപ്പം തിന്നണം. Just to do pan and fast rod.
അപ്പോൾ ഇത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയത്. എന്താ സിഫർമേ അതായത് നമ്മൾ ക്ലോസ്ഡ്. ഒരു സാധനം മേടിക്കാൻ പോയി, ക്ലോസ്ഡായി 5 മണി കേട്ടോ. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര കാമാണ്. ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കാനേ പാടില്ല. ഇവർ കേസ് കൊടുക്കാൻ ഇവർക്ക് അധികാരമുണ്ട്, പോലീസിന് കേസ് കൊടുക്കും. പിന്നെ അറിയാമല്ലോ ഇന്ത്യക്കാരാണ്, നമ്മളങ്ങനെ പല ഒച്ചയും പോകുന്നുണ്ടാക്കും. പക്ഷെ നമുക്ക് സിവിക് സെൻസ് പറഞ്ഞ സാധനം നമ്മൾ നല്ല ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ മെല്ലെ സംസാരിച്ചിട്ട് ഓണം നമ്മളിപ്പോൾ അവർ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ സിറ്റി ഒന്ന് പോയി ടൂർ അടിച്ച് വന്നിട്ട് 1 hour ടൈം വന്നിരിക്കുന്നത്. ഞങ്ങളൊന്ന് പോയി സിറ്റി കാണുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര ശാന്ത. ഇതാണ് കേട്ടോ സിറ്റി, ഭയങ്കര ശാന്തതയോടെ നമ്മൾ നടക്കുന്നത്. വണ്ടികളുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഷോപ്പ് നോക്കിയതാണ്. ആ വഴിക്ക് കുറേ ഓഫേഴ്സ് ഉണ്ട് ഇവിടെ. എന്തൊരു നല്ല ഫ്രെയിമാണോ ഇവിടെ ഓനെ. വ്ലോഗ് എടുക്കുമ്പോഴേ ഭയങ്കര ഫ്രെയിം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഡ്യുവൽ ക്യാമിൻ്റെ സാധനം വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു നടന്നാലോ? ഹെയർ ആൻഡ് ബ്യൂട്ടി ഷാലറ്റ്. അങ്ങോട്ട് പോയാലോ? ഇങ്ങനെ എടുക്കാം, ഇങ്ങോട്ട് വരുമോ? ഒപ്പം നടക്കുക. എന്നാൽ പിന്നെ ഇത് 2 ക്യാമറയിൽ കിട്ടും. ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല അത്രയും ദിവസം? ഞാൻ എപ്പോഴാണ് ആലോചിച്ചത്. സൗണ്ട് നല്ലേ, ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. iPhone 17 ഉണ്ടായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തില്ല പറഞ്ഞാൽ അത് മോശമാണല്ലോ. അഞ്ചായി കേട്ടോ, 5. പോയിക്കോളൂ, ഞാൻ എടുക്കാം വീഡിയോ. നമ്മളിപ്പോൾ വന്ന സ്ഥലത്തെത്തി. വരൂ. ഇത് ലാംഗ്വേജ് ഏതാ ഇവിടെ? ഇവിടെ പക്ഷെ ഒക്കെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷല്ല, വേറെ ലാംഗ്വേജിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീസ്റ്റാഡ് പറഞ്ഞ സ്ഥലം. സ്വിറ്റ്സർലാൻഡ് വരുന്നവർ എന്തായാലും വരേണ്ട പ്ലേസാണ്. ഇവിടെ സയൻസ് കെമിക്കൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ ചെറിയ കുട്ടി പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ വന്ന സ്ഥലത്തിയതാ ബാക്കിൽ. ഇത് നമ്മളിനി പോവാത്ത സ്ഥലത്താ. ആ ചർച്ചയ്ക്ക് കയറണം. ചർച്ച അവിടെയോ? ചർച്ച പുറത്ത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്.
ഇതാ അവരവിടെ. ആ അങ്ങോട്ട് പോവാം. ഇത് കൂടെ പോയല്ലോ. എങ്ങനെ നേരെ ഇങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കൈ വേനിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കണം. എൻ്റെ മുഖം കുറച്ച് ദൂരെ നിൽക്കാൻ വേണ്ടിയിട്ട്. ചർച്ച എവിടെ? ചർച്ച കയറിയോ? ആ ആ അത് റോഡില്ല, റോഡ് സൈഡില. വൈന് കുപ്പിയൊക്കെയാണുള്ളത്. എൻ്റെ മോനെ ഇവിടെ കൊടുക്കണോ? അപ്പോൾ ഇതുകൊണ്ട് IDLJയിലുള്ളൊരു ചർച്ച എന്നാണ് പറഞ്ഞത്. പുറത്ത അല്ല ഈ വഴിയെ കയറി. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലോ? നടന്നോ? അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ പള്ളിയിലാണ്. ഇതും മറ്റേ സിനിമയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറേ സെമിത്തേരി ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. സത്യം അന്ന് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ കണ്ട സെമിത്തേരി തന്നെ പോലെ ഒരു ഭയങ്കര ഭംഗിയുള്ള സ്ഥലം ഇവിടെ. ഈ സിറ്റി ഒടുക്കത്തെ പള്ളി, നല്ല സൂപ്പർ പള്ളി ഇവിടുന്ന് കാണാൻ. ഇവിടെയും സെമിത്തേരിയാണ് കാണാൻ. നല്ല അടിപൊളിയായിട്ട് സ്ഥലം. പള്ളിയുടെ സൈഡിൽ കൂടെ പോകും. പള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യം ഇത് ഭയങ്കര ഇത് കാണുമ്പോൾ ഭയങ്കര എന്താ പോലെ. അപ്പോൾ നമ്മൾ പള്ളീൻ്റെ അവിടെ നിന്ന് തിരിക്കുകയാണ്. നമുക്ക് 5:15 ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. 1 മണിക്കൂർ ടൈമാണത്. എന്താ ഭംഗി. G-Star ജുനൈസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു ഇതായിരുന്നു G-Star. അവിടെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വരുന്നവരൊക്കെ G-Star പോയി കാണുക. പൊളിയാണ്. ക്രിസ്ത്യൻ വൈബ്, പഴയ ടൈപ്പ് ആർക്കിടെക്ചറൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കാണുക. ഇവിടെ അല്ല, യൂറോപ്പ് മൊത്തം കാണാൻ വരിക. ഇനി ഞങ്ങളെന്തായാലും അടുത്ത ട്രിപ്പ് എന്തായാലും വരും, ഉറപ്പിച്ച സാധനമാണ് അല്ലേ? നമ്മൾ വരില്ല ഇനി. യൂറോപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം ഒരു ഭംഗിയുണ്ട് എന്തായാലും. പക്ഷെ എനിക്ക് സ്റ്റേ ചെയ്യാനൊന്നും ഇഷ്ടമല്ല. മീൻസ് സ്ഥിരമായിട്ട് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡാണ്. പോഷാണ്. അല്ല നമ്മള് പക്ക ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ്. ഇല്ല ഇല്ല. പക്ഷെ അവിടെ ബിൽഡിങ് രസാട്ടോ. നമ്മൾ വന്ന വഴിയത് അവിടെ ഭയങ്കര പീസ്ഫുള്ളാ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒറ്റ മനുഷ്യരും ഇല്ല. ആൾക്കാരും പോപ്പുലേഷൻ കുറവാണ്.
ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ക്രിക്കറ്റ് പ്ലെയർ ആൻഡ്രൂ ഡൊണാൾഡ്സിൻ്റെ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ. സ്വിറ്റ്സർലൻഡ് നമ്മൾ പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കാം. പക്ഷേ അത്യാവശ്യം നല്ല പൈസയാണ്. ഇപ്പോൾ ഞാനൊരു ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ അത് ഡ്രസ്സിനൊക്കെ ഉണ്ടല്ലോ 250 ഇവിടുത്തെ മണി, അതായത് 25,000 രൂപ, 25,000 അല്ല, 25,000 30,000 രൂപയാണ് ഓരോ ഡ്രസ്സിൻ്റെ ഒക്കെ വില. പിക്ചർ ഇൻ പിക്ചർ ഇട്ടിട്ടേ, പിക്ചർ ഇൻ പിക്ചർ ഇട്ടിട്ട് എന്നാ നമ്മളെ വണ്ടിയിൽ ഫുള്ള് അലമ്പായിരുന്നു. ഞാനും ജുനൈസും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സൂറിക്കിലെത്തി. 8:30 ഇവിടെയാണ് സ്ഥലം. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ്, ഇന്നത്തെ ഫുഡ് എന്താ? ജുനുക്ക ഇവിടെ വന്നിട്ടേ ചപ്പാത്തിയും ദാലുണ്ടോന്ന്, ചോറുണ്ടോന്ന്. നമ്മൾ സൂറിക്കിലെ ലോക്കൽ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഫുഡാണ്. പാസ്ത, പൊട്ടറ്റോ, ബ്രെഡ്. ചിക്കൻ, ബ്രെഡ്, സാലഡ്, ഐസ്ക്രീം, ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് സൂറിക്കിലുള്ള റൂം. ഒരു ചെറിയ കുഞ്ഞു കിച്ചണുണ്ട്. ഇനി ഞങ്ങളുണ്ട്. ഇത് പവർ ബാങ്കാണ്.